ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? കാശ്മീർ യാത്രയൊക്കെ കഴിഞ്ഞ്? അതെ, കുഴപ്പമില്ല. കാശ്മീർ യാത്രയൊക്കെ പോയി മഞ്ഞിലൊക്കെ കുളിച്ച്. പിന്നെ നമ്മളെ ഏറ്റവും ഫീൽ ചെയ്തത് പുൽവാമ ആക്രമണം നടന്നില്ലേ, അപ്പം അതുവഴി വന്നപ്പോഴത്തേക്കിനും അവിടെ കുറച്ച് നേരം നമ്മൾ വണ്ടി നിർത്തി. അപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് ഇവിടെ വെച്ചാണ് 35 പേരുടെ മരണം ഉണ്ടായൊരു സംഭവമുണ്ട്, ഈ റോഡ് തകർന്ന് താഴേക്ക് പോയിരുന്നു. ഇപ്പം ഇത് കണ്ടില്ല, അതാ അവരാ റിപ്പയർ ചെയ്ത റോഡ് റിപ്പയർ ചെയ്ത ആ പോർഷനൊക്കെ കാണിച്ചു തന്നു. അപ്പം നമുക്ക് വല്ലാത്തൊരു, അപ്പോൾ പട്ടാളക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഇതിനു വേണ്ടിയിട്ടല്ല പോയത്. ഈ കാശ്മീരിൽ പോയി കളകഥയാണ്. കാശ്മീരിൽ പോയ യഥാർത്ഥ കഥ പ്രേക്ഷകരോട് ഞാൻ ആദ്യമായിട്ട് പറയാം. അതായത് പാകിസ്ഥാനിൽ നിന്നും ഒരു അനാഥ ബാലൻ ഇന്ത്യൻ സോയിലിൽ പെട്ടുപോയി. അപ്പോൾ അവനെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്താൻ ആരും ഇല്ലാതിരുന്നുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് വഴിയൊക്കെ സീമാജിതായിരുന്ന ഒരാൾ കേരളത്തിലുണ്ട്, അപ്പോൾ അവരെ വിളിച്ചാൽ മോന് തിരിച്ച് പാകിസ്ഥാനിൽ എത്താന്ന് പറഞ്ഞിട്ട് അതായിരുന്നു മിഷൻ. ഇത് വെറുതെ എന്നെ കൂടെ നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്നത്. എന്നെ ഇങ്ങനെ കൊന്നു കൊല വിളിച്ചപ്പോൾ സമാധാനമില്ല. ഞാൻ യഥാർത്ഥ ഒരു കാര്യം കാശ്മീർ യാത്രയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും അതായത് നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ദൈവതുല്യം, എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് എപ്പോഴും സഹായം ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു രൂപമായി മാറി. അത് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും മദർ തെരേസ അവാർഡ് ചേച്ചിക്ക് ലഭിച്ചു. അത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സുള്ള ആൾക്ക് പറ്റത്തുള്ളൂ.